Hi, this is performance of a contract on sale. ആഹ് ആദ്യമായിട്ട് ഏത് രീതിയിലാണ് അതിൻ്റെ പെർഫോമൻസ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. എന്താണ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് നടക്കുമ്പോൾ വാട്ട് ആർ ദ ഒബ്ലിഗേഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ ആൻഡ് ഓൺ ദ പാർട്ട് ഓഫ് ദ ബയർ. സെല്ലർ ഹാസ് എ റൈറ്റ് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ ബയർ ആൻഡ് ദ ബയർ ഹാസ് ഒന്ന് എന്താണ് അക്സെപ്റ്റ് ദ ഡെലിവറി ഓഫ് ദ ഗുഡ്സ്, അല്ലെങ്കിൽ രണ്ടാമത്തേന്ന് വെച്ചാൽ പേ ഫോർ ദ. ദസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് എ നേച്ചർ ഓഫ് റെസിപ്രോക്കൽ ഓഫ് പ്രോമിസസ്. ഒരാൾ ഗുഡ്സ് കൊടുക്കുകയും ചെയ്യണം, ഡെലിവർ ചെയ്യണം, മറ്റേയാൾ അത് പേയും ചെയ്യണം. ദർ ഇസ് എ റെസിപ്രോക്കൽ ഓഫ് പ്രോമിസസ്. ഇനി ഡെലിവറി ഓഫ് ഗുഡ്സ് ഏതൊക്കെ രീതിയിലാണ്? ആക്ച്വൽ ഡെലിവറി എന്ന് വെച്ചാൽ ഞാൻ സാധനം എൻ്റെ ഗുഡ്സ് കൊടുക്കുന്നു, അറ്റ് ദ സെയിം ടൈം അവന് എനിക്ക് മറ്റേ വ്യക്തി എനിക്ക് രൂപ തരുന്നു. ദാറ്റ് ഈസ് ആക്ച്വൽ ഡെലിവറി. വാട്ട് ഈസ് സിംബോളിക് ഡെലിവറി? സിംബോളിക് ഡെലിവറി എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ. ഞാൻ ഡോക്യുമെൻറ്റ്സിനകത്ത് എഴുതി കൊടുക്കുക ഓണർഷിപ്പ് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഗുഡ്സ് ട്രാൻസ്ഫർ ഗുഡ്സ് കൊണ്ടുപോയി അവിടെ ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് കോൾഡ് എ സിംബോളിക് ഡെലിവറി. ഇനി കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്താ? നമുക്ക് എ ഹു ഈസ് ഹാവിങ് എ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു ബി, okay, and the seller may acknowledge to hold it on behalf of C, the buyer. അപ്പോൾ ബയർ എന്ന് പറഞ്ഞാൽ ദോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗുഡ്സ് കൺസ്ട്രക്റ്റീവ്ലി ഡെലിവർ ടു ഫ്രം ബി ടു സി. സി എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ കയ്യിലാണ് ആ ഗുഡ്സ് ഇരിക്കുന്നത്. പക്ഷേ എയും ബിയും കൂടെ തമ്മി പറഞ്ഞ് അത് ട്രാൻസ്ഫർ ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ ദിസ് ഇസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. നൗ റൂൾസ് ആസ് ടു ഡെലിവറി ഓഫ് ഗുഡ്സ്. പല രീതിയിൽ ഉള്ള റൂൾസ് ഉണ്ട് ഫോർ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഒന്ന് മോഡൽ ഡെലിവറി എന്ന് വെച്ചാൽ ആക്ച്വൽ ആകാം, സിംബോളിക് ആകാം, കൺസ്ട്രക്റ്റീവ് ആകാം. ഇപ്പോൾ പറഞ്ഞ പോലെ എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി എങ്ങനെയാണ്? കോൺട്രാക്റ്റിനകത്ത് പറയാത്തടത്തോളം കാലം പാതി മാത്രം, ഞാനിപ്പോൾ 10 ചാക്ക് തരുന്നു, അടുത്ത പ്രാവശ്യം ഐ വിൽ ഗിവ് യു 30 അതർ സാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി ഡെലിവറി ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദ കോൺട്രാക്ട്. ഇപ്പോൾ കോൺട്രാക്റ്റിനകത്ത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ അതല്ല, കോൺട്രാക്റ്റിനകത്ത് പറയാത്ത കാര്യമാണ്. പിന്നെ ആ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ഒരു ട്രക്കിൽ 10 സാക്സേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് റൂളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ആ സർക്കംസ്റ്റൻസസ് അങ്ങനെയാണ്, സമ്മതിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാർട്ട് ഡെലിവറിയെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ്. നൗ buyer to apply for delivery. When you need a delivery of the goods, the buyer has to call up the seller and say ഇന്ന സാധനങ്ങൾ കൊടുത്താ എന്ന് പറയണം. നൗ പ്ലേസ് ഓഫ് ഡെലിവറി. പ്ലേസ് ഓഫ് ഡെലിവറി കോൺട്രാക്റ്റിനകത്ത് പറയുന്ന എവിടാണോ ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ് അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുക. ഇനി അങ്ങനെ ഒരു പ്ലേസ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ more options there are if nothing is said in the contract. In case of sale and goods are sold to be delivered at a place where they are at the time of the sale. At the time of the sale ഇവർ തമ്മിൽ പറയുമ്പോഴും എഗ്രി ചെയ്യുന്ന സമയത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഡെലിവറി ചെയ്യുക. എഗ്രിമെൻറ്റ് ടു സെൽ ആണെങ്കിൽ ആ സമയത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആ പ്ലേസിൽ തന്നെ ഡെലിവറി ചെയ്യുക. പിന്നെ അറ്റ് ദ ടൈം ഓഫ് എഗ്രിമെൻറ്റ് ടു സെല്ലാണെങ്കിൽ ഈ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആയ സ്ഥലത്തിൽ വെച്ച് ഡെലിവറി ചെയ്യാം. ടൈം ഓഫ് ഡെലിവറി കോൺട്രാക്റ്റിനകത്ത് പ്രത്യേകം ടൈം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ബിസിനസ് അവേഴ്സ് 9 to 5. വാട്ട് ഇസ് ഇൻ ബിസിനസ് അവേഴ്സ്? 9 to 5. ഓക്കെ. നൗ ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ കയ്യിലാണെങ്കിൽ ആ തേർഡ് പാർട്ടി ഇൻഫോം ചെയ്യുക, ദ ഗുഡ്സ് ആർ വിത്ത് മീ, ഐ വിൽ ബി ഡെലിവറിങ് ഇറ്റ് ടു യു. ദെൻ ദാറ്റ് ഈസ് എ റൂൾ. നൗ എക്സ്പെൻസസ് ഓഫ് ഡെലിവറി അൺലെസ് എഗ്രീഡ് ഡെലിവറി ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കേണ്ടിയ സെല്ലറിൻ്റെ ജോലിയാണ്. ഇനി അത് റിസീവ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ബയറിനും. നൗ ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റി. ഇഫ് ഐ ഹാവ് ആസ്ക്ഡ് ഫോർ 30 sacks of rice and I am receiving only 25 sacks, I can reject it as a whole or I can accept it partly. I can say like if he is delivering me about 35 sacks of rice, I can ask for 30 sacks and I can reject the rest of the 5 sacks. Okay. അപ്പം എത്രയാണെന്ന് വെച്ചാൽ ഹോളി ആണെങ്കിൽ പാർട്ട്ലി ആണെങ്കിൽ ഏത് വിധേനയാണെങ്കിലും ഒന്നെങ്കിൽ ഹോളായിട്ട് എനിക്ക് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഐ ക്യാൻ റിജക്റ്റ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് എന്തുവാ അക്സെപ്റ്റബിൾ ആവുന്നതെന്ന് വെച്ചാൽ സെല്ലറുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കും. നൗ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ്. ചില കാര്യത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ് എഗ്രിമെൻറ്റിനകത്ത് പറയാത്തിടത്തോളം കാലം ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസിന് വേണ്ടി ഒരിക്കലും ബയർ ഹീ ഈസ് നോട്ട് ബൗണ്ട് ടു അക്സെപ്റ്റ് ഇറ്റ്. നൗ ഡെലിവറി ടു ക്യാരി
ഡെലിവറി ടു കാരിയർ ഓർ വോഫിഞ്ചു. വോഫിഞ്ചു എന്ന് വെച്ചാൽ ഒരു ഷിപ്പിൻ്റെ പോർട്ടിനാണ് പറയുന്നത് വോഫിഞ്ച്. വോഫ് എന്ന് പറയുന്നിടത്താണ് ഈ പോർട്ടെന്ന് പറയുന്ന പോലെ തന്നെ അവിടെയാണ് ഗുഡ്സ് കൊണ്ടുപോയി വെക്കുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് എന്നെ കാരിയർ, ഇപ്പോൾ സെല്ലർ കൊണ്ടുവന്ന് ആ പോർട്ടിലേക്ക് കൊണ്ടുവന്ന് വോഫിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഇസ് സെയിം ആസ് ലൈക്ക് ഡെലിവറി ഓഫ് എ ഗുഡ്. നൗ അക്സെപ്റ്റൻസ് ഓഫ് ഡെലിവറി ബൈ ദ ബയർ. Okay, buyer's right to examine the goods. If the buyer has not previously examined the goods, he is not deemed to have accepted those goods. അപ്പോൾ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ബയറിന് കൊടുക്കണം. ഒരു സാധനം വരുമ്പോൾ അത് എക്സാമിൻ ചെയ്യാനും ആ സാധനം ഞാൻ പറഞ്ഞത് തന്നെയാണോ ഇവർ ഡെലിവറി ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ബയറിന് കൊടുക്കുക. നൗ അക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ് ബൈ ദ ബയർ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്ന? ഒന്ന്, ഹി ഇൻറ്റിമേറ്റ്സ് ദ സെല്ലർ ദാറ്റ് ഹി ഹാസ് അക്സെപ്റ്റഡ് ദ ഗുഡ്സ്. അതല്ലെങ്കിൽ he does any act to the goods which is inconsistent with the ownership of the seller. അതായത് പ്ലഡ്ജിങ് അല്ലെങ്കിൽ റീസെല്ലിങ് ചെയ്യുവാണ് ആ ഗുഡ്സ് കിട്ടിയ ഉടനെ തന്നെ. അങ്ങനെ ആണെങ്കിൽ. പിന്നെ മൂന്നാമതാണെങ്കിൽ ടൈമിന് ഒരു റീസണബിൾ ടൈമായിട്ടും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ 3 രീതിയിലാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇഫ് ദ ബയർ ഹാസ് അക്സെപ്റ്റഡ് ദ ഗുഡ്സ്. നൗ ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ഗുഡ്സ്. Okay, unless otherwise agreed, where the buyer has rejected the goods delivered to him, having a right to do so, he is not bound to return them to the seller. What he has to do, he has to call up the seller and say, ഞാൻ പറഞ്ഞ സാധനമൊന്നുമല്ല നീ കൊടുത്തു വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ സാധനം വേണ്ട എന്നറിയിച്ചാൽ മാത്രം മതി ഹിസ് റിജക്ഷൻ. ഓക്കെ. Now, buyer's liability for neglecting or refusing to take the delivery. If അതായത് വിത്തിൻ റീസണബിൾ ടൈം ബയർ അറിയിച്ചിരിക്കണമെന്നുണ്ട്. റീസണബിൾ ടൈം അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന എക്സ്പെൻസസും കാര്യങ്ങളും ഡാമേജസും സെല്ലറിന് വന്നത് ഉറപ്പായിട്ടും ബയർ അത് ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ. എനി ലോസ് അറൈസിങ് ഫ്രം ബയേഴ്സ് നെഗ്ലെക്റ്റ് ഓർ റിഫ്യൂസൽ ടു ടേക്ക് ദ ഡെലിവറി ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ രണ്ടാമത് റീസണബിൾ എക്സ്പെൻസസ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ ഗുഡ്സ്. ഈ കാര്യങ്ങളെല്ലാം ബയർ നേരിട്ട് കാണേണ്ടി വരും. നൗ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ബയർ. എന്താണ് റൈറ്റ്സ്, എന്താണ് ഡ്യൂട്ടീസ് ഓഫ് എ ബയർ? റൈറ്റ് ടു ഹാവ് ഡെലിവറി ആസ് പെർ ദ കോൺട്രാക്റ്റ് പറയുന്നതനുസരിച്ചുള്ള രീതി വേണം ആ ഡെലിവറി നടത്താൻ. ഹി ഹാസ് എ റൈറ്റ്. ആ കറക്റ്റ് കോൺട്രാക്റ്റ് പറഞ്ഞ പോലെ ഡെലിവറി കിട്ടാനായിട്ടുള്ള റൈറ്റ് ബയറിനുണ്ട്. പിന്നെ റൈറ്റ് ടു റിജക്റ്റ് ദ ഗുഡ്സ്. ഞാൻ പറയുന്ന സാധനമല്ല എനിക്ക് കിട്ടിയിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ 30 ചാക്കിന് പകരം 35 ചാക്കാ തന്നിരിക്കുന്നതെങ്കിൽ 30 മാത്രം എടുത്തിട്ട് ബാക്കി 5 എനിക്ക് റിജക്റ്റ് ചെയ്യാം. ഐ ക്യാൻ റിജക്റ്റ് ഇറ്റ് ആസ് പാർട്ട്ലി, ഐ ക്യാൻ റിജക്റ്റ് ഇറ്റ് ആസ് എ ഹോൾ, അല്ലെങ്കിൽ ഐ ക്യാൻ ആക്സെപ്റ്റ് what I have ordered and rejected the rest. Okay. Now, right to repudiate. എന്താണ്? ചിലപ്പം ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല വരുന്നതെങ്കിൽ ഐ ക്യാൻ റെപ്യൂഡിയേറ്റ് ദ ഡെലിവറി. ഓക്കെ. ഐ ഡു നോട്ട് വോണ്ട് ടു അക്സെപ്റ്റ് ദ ഡെലിവറി എന്നാൽ എനിക്കത് ചെയ്യാം. നൗ റൈറ്റ് ടു നോട്ടീസ് ഓഫ് ഇൻഷുറൻസ്. ഇപ്പം ഷിപ്പിൽ കൂടെ അയക്കുന്നതെങ്കിൽ ദ സെല്ലർ ഹാസ് ടു ഇൻഫോം ദ ബയർ ദാറ്റ് ഞാൻ ഷിപ്പിൽ കൂടെയാണ് സാധനങ്ങൾ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ബയറിന് പോയി ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹി ഹാസ് എ റൈറ്റ് ടു നോട്ടീസ് ഓഫ് ഇൻഷുറൻസ്. ദെൻ റൈറ്റ് ടു എക്സാമിൻ. ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ട്, ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്നറിയാനുള്ള എക്സാമിനേഷൻ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. ദെൻ റൈറ്റ് അഗൈൻസ്റ്റ് എ സെല്ലർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതായത് ബ്രീച്ച് നടത്തിയിട്ടുണ്ട് സെല്ലർ എന്നുണ്ടെങ്കിൽ പല റൈറ്റ്സ് ബയറിനുണ്ട്. ഒന്ന്, ഡാമേജസിന് ചോദിക്കാം. ഓക്കെ. 2, പ്രൈസ് തന്നെ ചോദിക്കാം. ഇഫ് ഈ ബയർ ഹാസ് പെയ്ഡ് ദ പ്രൈസ്, ഹി ക്യാൻ ആസ്ക് ഫോർ ദ പ്രൈസ് ബാക്ക്. ഈവൻ ഇൻട്രസ്റ്റ് വരെയും ചോദിക്കാം ആ പ്രൈസിൻ്റെ. ദെൻ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. കോടതിയിൽ പോയിട്ട് സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടി ഫയൽ ചെയ്യുകയും ആ കോടതി അതിന് ഡാമേജസ് തരികയും ചെയ്യാൻ സാധിക്കും. നൗ റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. വെൻ ദർ ഇസ് എ വാറണ്ടി, വെൻ ദർ ഇസ് എ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി. അപ്പോൾ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ബ്രീച്ച് ഓഫ് വാറണ്ടിക്ക് വേണ്ടി he can set up against a seller the breach of warranty, indemnification or extension of the price, അല്ലെങ്കിൽ sue the seller for damages for breach of warranty. ഇതല്ലെങ്കിൽ repudiation of a contract before due date. Okay. When the seller repudiates a contract before the delivery date of delivery, the buyer may either treat the contract as subsisting അല്ലെങ്കിൽ wait till the date of the delivery. Now suit for interest. ഇപ്പം ഞാൻ രൂപയെല്ലാം പേ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് എനിക്ക് സാധനം ഡെലിവറി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഞാൻ പേ ചെയ്ത പ്രൈസും പ്ലസ് ദ ഇൻട്രസ്റ്റും എനിക്ക് ചോദിക്കാം. നൗ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ബയർ?
ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതല്ല റൈറ്റ്സ് ആണ്. അതായത് ഒരു ബയ്യർ, ഞാൻ കാശ് കൊടുത്തൊരു സാധനം മേടിക്കുന്ന ഒരു ബയ്യർക്ക് കിട്ടാവുന്ന റൈറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞതല്ല. ഇനി അത് പോരാതെ നമുക്ക് കുറച്ച് ഡ്യൂട്ടി ബൗണ്ടും ഉണ്ട്. എന്താണ് വാട്ട് വി ആർ ഡ്യൂട്ടി ബൗണ്ട്? വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു അക്സെപ്റ്റ് ദ ഗുഡ്സ്, പേ ഫോർ ദം ഇൻ എക്സ്ചേഞ്ച് ഓഫ് പൊസഷൻ. സാധനം മേടിച്ച് കഴിഞ്ഞാൽ രൂപ കൊടുക്കണം, അത് ചെയ്യണം. രണ്ടാമത് അപ്ലൈ ഫോർ ഡെലിവറി, അതായത് എനിക്ക് സാധനം താന്നും പറഞ്ഞ് ഞാൻ വേണം അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ഇസ് ഡ്യൂട്ടി ടു ഡിമാൻഡ് ഡെലിവറി അറ്റ് എ റീസണബിൾ അവർ. എനിക്ക് പാതിരാത്രി 12 മണിക്ക് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ട് സാധനം വെക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ്. വാട്ട് ഇസ് എ ബിസിനസ് അവർ? ഫ്രം 9 to 5 ഇസ് എ ബിസിനസ് അവർ. ഓക്കെ. ഡ്യൂട്ടി ടു അക്സെപ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. ഓക്കെ, ദിസ് ആസ്പെക്ട് വാസ് ഡിസ്കസ് ഏർലിയർ എന്ന് അതിനകത്ത് പറയുന്നത്. ഇറ്റ്സ് കറക്റ്റ്. ബിക്കോസ് ഇപ്പം ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി പറഞ്ഞാൽ മാത്രം ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറിക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ he can reject it as a whole. It is his right. Now, duty to take risk of deterioration in the course of transit. ഒരു ട്രാൻസിറ്റിൽ കൂടെ കൊണ്ടുവരുവാണ്, എനിക്ക് ഇന്ന് തന്നെ ബുധനാഴ്ച തന്നെ സാധനം കിട്ടണമെന്ന് കഴിഞ്ഞ് ബഹളം വെച്ചാൽ ഈ സാധനം കൊണ്ടുവരുന്ന വഴിക്ക് ഭയങ്കര മഴയുള്ള ദിവസമാണെങ്കിൽ അവർ പറയും പ്രശ്നമാണ് സർ, മഴയാണ്, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഉപ്പെല്ലാം നാശമായി പോകുമെന്ന് പറഞ്ഞിട്ടും ഞാൻ വാശി പിടിച്ച് കൊണ്ടിരിക്കാൻ പറയുവാണെങ്കിൽ ആ സാധനത്തിന് എന്തെങ്കിലും ഡിറ്റീരിയേഷൻ വന്നാൽ ഡ്യൂറിങ് ദ ട്രാൻസിറ്റ് ഇറ്റ് ഷുഡ് ബി ബെയർ ബൈ മീ. ഓക്കെ. ഡ്യൂട്ടി ടു ഇൻറ്റിമേറ്റ് ദ സെല്ലർ വെയർ ഹി റിജക്ട്സ് എ ഗുഡ്സ്. ഇപ്പം ഞാൻ ഗുഡ്സ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്പം തന്നെ സെല്ലറിനെ വിളിച്ച് അറിയിക്കുക എനിക്ക് ഈ സാധനം വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നുള്ളത്. ഡ്യൂട്ടി ടു ടേക്ക് ദ ഡെലിവറി. ഇനി സാധനം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. റിജക്റ്റ് ചെയ്യാം കാര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് ദ ഡെലിവറി ഓൺ ദ റീസണബിൾ. പറഞ്ഞ ദിവസം തന്നെ ഇന്ന് എനിക്ക് സാധിക്കത്തില്ല, ഞാൻ നാളെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അവരതുകൊണ്ട് എവിടെ പോകും? ഓക്കെ. സോ ഡ്യൂട്ടി ടു ടേക്ക് ഡെലിവറി. ഞാൻ ഡ്യൂട്ടി ടു പേ ദ പ്രൈസ്. ഞാൻ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു പേ ഫോർ ദ പ്രൈസ്. നൗ ഡ്യൂട്ടി ടു പേ ദ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്. ഇപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ വെയർ ഹൗസ് ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ല, വെയർ ഹൗസ് എല്ലാം ശരിയായി വരുന്ന 2 ദിവസം കൂടെ കഴിഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറിന് നഷ്ടമല്ലേ? ഈ സാധനം ട്രക്കിനകത്ത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആർക്കാണ് ആ ഡാമേജസ് വരുന്നത്? സെല്ലറിനാണ്. അപ്പോൾ നോൺ അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഹീ ക്യാൻ അപ്ലൈ ഫോർ ഡാമേജസ്. നൗ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ ആരാണ്? ഒരു അൺപെയ്ഡ് സെല്ലർ എന്ന് വെച്ചാൽ ഒരു സെല്ലറിന് രൂപ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പാർട്ട്ലി മാത്രം ഒരു പേയ്മെൻറ്റ് നടത്തി. 50,000 ആണെങ്കിൽ അതിൻ്റെ ഒരു 35 തന്നെന്ന് ഇരിക്കട്ടെ, ബാക്കി തരാൻ കിടപ്പുണ്ടല്ലോ. അപ്പം അത് തന്നെ അൺപെയ്ഡ് സെല്ലറിനകത്ത് വരും. അപ്പോൾ എന്താണ് അൺപെയ്ഡ് സെല്ലർ എന്നുള്ളത് മനസ്സിലായല്ലോ. നൗ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. എന്തൊക്കെയാണ് ഒരു അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്? ഹി ഹാസ് എ റൈറ്റ് അഗൈൻസ്റ്റ് ഗുഡ്സ്, ഹി ഹാസ് എ റൈറ്റ് അഗൈൻസ്റ്റ് എ ബയർ പേഴ്സണലി ഹി ഹാസ് എ റൈറ്റ്, ആൻഡ് ആസ് വെൽ ആസ് ഹി ഹാസ് എ റൈറ്റ് അഗൈൻസ്റ്റ് ഗുഡ്സ്. റൈറ്റ് അഗൈൻസ്റ്റ് ഗുഡ്സ് എങ്ങനെയൊക്കെയാണ്? റൈറ്റ് ഓഫ് ലീൻ ഉണ്ട്. വാട്ട് ഇസ് റൈറ്റ് ഓഫ് ലീൻ? ഐ ഹാവ് സെഡ് ദിസ് ഏർലിയർ മെനി ടൈംസ്. റൈറ്റ് ഓഫ് ലീൻ എന്ന് വെച്ചാൽ എനിക്ക് ലീൻ ഉണ്ട്, എനിക്ക് ആ റീറ്റെയിൻ ചെയ്യാം പൊസഷൻ ഓഫ് ദ ഗുഡ്സ്, ദാറ്റ് ഇസ് കോൾഡ് ലീൻ. അപ്പോൾ അങ്ങനത്തെ ഒരു റൈറ്റ് എനിക്ക് വരും. എനിക്ക് രൂപ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ആ ഗുഡ്സ് എൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ. ഇനിയും ഗുഡ്സ് എനിക്ക് വേറൊരാൾക്ക് വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ ബയർ ഇൻസോൾവെൻ്റ് ആയാലും അതെനിക്കെടുത്ത് വേറെ കൊടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്, ഏത് രീതിയിലാണെങ്കിലും ചെയ്യാം. 1 second. Now, lien is in the nature of right against the property of another. It's available only as long as the seller is having a possession of the commodity. അല്ലേ? എൻ്റെ കയ്യിൽ ഗുഡ്സ് ഇരുന്നാൽ മാത്രമേ എനിക്ക് റൈറ്റ് ഓഫ് ലീൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. നൗ ടെർമിനേഷൻ ഓഫ് എ ലീൻ. എപ്പോഴാണ് ലീൻ ടെർമിനേറ്റഡ് ആവുന്നത്? ബൈ ഡെലിവറി ടു എ കാരിയർ. If I have delivered the goods to a carrier for the purpose of transmission it to the buyer, അതങ്ങ് പോവും. ദെൻ ബൈ ഡെലിവറി ടു ആ ബയറിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. ബൈ വേവ്, വെൻ ദ സെല്ലർ വേവ്സ് ഇസ് റൈറ്റ് ഓഫ് ലീൻ, ദ ലീൻ വിൽ ബി ലോസ്റ്റ്. വേവ് മേ ബി എക്സ്പ്രസ്ഡ് അല്ലെ ഇംപ്ലൈഡ് ആവാം. വേവർ ഓഫ് ലീൻ ഇസ് ഇംപ്ലൈഡ് വെൻ ദ സെല്ലർ സെൽസ് ദ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഗ്രാൻസ് എ ഫ്രഷ് ടേം ഓഫ് ക്രെഡിറ്റ്. അപ്പം ഞാൻ രൂപ ഇപ്പം തരണ്ട, പിന്നെ ചെക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാധനം കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്കിനിയും വേവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബൈ ടെൻഡർ ഓഫ് പ്രൈസ്, വെദർ ബയർ ടെൻഡേഴ്സ് എ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്, സെല്ലേഴ്സ് ലീൻ വിൽ ബി ലോസ്റ്റ്. ടെൻഡർ ഓഫ് പ്രൈസ് ആണെങ്കിലും സെല്ലറിൻ്റെ ലീൻ വിൽ ബി ലോസ്റ്റ്. നൗ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്.
The right of stoppage in transit is an extension of right of lien. This right enables a seller to stop the transit of goods to regain the possession of the goods. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനം ഞാൻ കയറ്റി വിട്ടു ട്രക്കയിൽ, പോകുന്ന വഴിക്ക് ബയർ പറയാം നിനക്ക് ഞാൻ രൂപ ഇപ്പം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ട്രക്ക് ഡ്രൈവറെ വിളിച്ചിട്ട് നിർത്ത്, കൊടുക്കണ്ട, ഡെലിവർ ചെയ്യണ്ട എന്ന് എനിക്ക് പറയാം. ഐ ഹാവ് ദ റൈറ്റ് ടു സ്റ്റോപ്പ്. ഓക്കെ. The right of stoppage is to prevent the goods from getting into the hands of an insolvent buyer. അപ്പോൾ എന്തൊക്കെയാണ് അതിന് കുറച്ച് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വേണം. ഒന്ന്, സെല്ലർ ഒരു അൺപെയ്ഡ് സെല്ലർ ആയിരിക്കണം. മൊത്തം രൂപ കിട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ രണ്ട്, ഹി മസ്റ്റ് ഹാവ് പാർട്ടഡ് വിത്ത് ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ്. മൂന്ന്, എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കയറ്റി വിട്ടിരിക്കണം. ദെൻ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസിറ്റ്. ദെൻ ദ ബയർ മസ്റ്റ് ഹാവ് ബിക്കം ഇൻസോൾവെൻറ്റ്. ബയർ ഇൻസോൾവെൻ്റ് ആയിരിക്കണം. രൂപ തരാൻ ഇപ്പോൾ സാധിക്കില്ല എന്നുള്ള തരത്തിലായാൽ എനിക്ക് ട്രാൻസിറ്റിൽ പോകുന്നത് തന്നെ എനിക്ക് നിർത്താം. നൗ ഡ്യൂറേഷൻ ഓഫ് ദ ട്രാൻസിറ്റ്. Right of stoppage can be availed only when the goods are in transit. Goods are deemed to be in transit from the time they are delivered to the carrier or other bailey for the purpose of transmission to the buyer, until the buyer or the agent takes delivery of them from such carrier or other bailey. Now, when transit comes to an end, എപ്പോഴാണ് ട്രാൻസിറ്റ് എൻഡ് ആവുന്നത്? ഇഫ് ദ ബയർ ഓർ ഹിസ് ഏജൻറ്റ് ഒബ്റ്റെയിൻസ് ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ആണെങ്കിൽ അപ്പോൾ തന്നെ ട്രാൻസിറ്റ് എൻഡായി. If after the arrival of the goods at the destination, the carrier or the bailey acknowledges to the buyer that he holds the goods on his behalf എന്ന് പറയുവാണെങ്കിൽ അവിടെ വെച്ച് ട്രാൻസിറ്റ് നിന്നു. In case a carrier or other bailey wrongfully refuses to deliver the goods to the buyer or his agent, ഇങ്ങനത്തെ മൂന്ന് കാര്യങ്ങൾ വരുമ്പോഴും ട്രാൻസിറ്റ് അവിടെ തന്നെ എൻഡായി. ഹൗ സ്റ്റോപ്പേജ് ക്യാൻ ബി എക്സസൈസ്ഡ്? ഒന്ന്, ബൈ ആക്ച്വലി ടേക്കിംഗ് പൊസിഷൻ ഓഫ് ദ ഗുഡ്സ്. രണ്ട്, by giving notice of his claim to the carrier or other bailey in whose possession of the goods are. ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നൗ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ഓഫ് ലീൻ ആൻഡ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചോദിക്കാറൊന്നുമില്ല, പക്ഷേ എന്നാലും പറഞ്ഞേക്കാം ഞാൻ. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി വെൻ ദ സെല്ലർ ഹാസ് പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ശരിയല്ലേ? കൈ ഗുഡ്സ് ഉള്ളപ്പോൾ മാത്രമേ ഗുഡ്സ് പിടിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സ്റ്റോപ്പേജ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. കയ്യിൽ പൊസഷൻ ഇല്ല, കയ്യിൽ നിന്നും ഇത് വിട്ടുപോയി, ട്രക്ക് പറക്കി എടുത്തുകൊണ്ട് പോയി. The seller has lost the possession but is in the hands of an intermediary. ഒരു ഇൻ്റർമീഡിയറ്ററി ഞാൻ ട്രക്ക് ഡ്രൈവറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു രീതിയിൽ പോകുന്നതാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി വെൻ ദ ബയർ ബിക്കംസ് ഇൻസോൾവെൻറ്റ്. ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് വെൻ ദ ബയർ ഈസ് ലയബിൾ ടു പേ ദ സെല്ലർ. ദ സെല്ലർ ഇസ് ആൻ അൺപെയ്ഡ് വെൻഡർ എന്നുണ്ടെങ്കിൽ മാത്രമേ ലീൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Then right of lien is lost immediately when the seller loses the possession. Then right of stoppage is lost when the carrier gives a possession to the buyer. ഇപ്പം ഞാനൊരു ട്രക്ക് ഡ്രൈവറിനെ പറഞ്ഞു വിട്ടു, എപ്പോൾ അത് അവിടെ ഡെലിവറി ചെയ്തോ പിന്നെ എനിക്ക് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് പറ്റത്തില്ല. റൈറ്റ് ഓഫ് ലീൻ എൻ്റെ കയ്യിൽ നിന്ന് സാധനം കയറ്റി ട്രക്കെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് റൈറ്റ് ഓഫ് ലീൻ പിന്നെ വെക്കാൻ പറ്റത്തില്ല. Now, right of lien is a nature of retaining the possession over the goods, whereas right of stoppage എന്ന് വെച്ചാൽ is to regain the possession of the goods. ഇതാണ് അതിൻ്റെ 4 തരത്തിലുള്ള വ്യത്യാസങ്ങൾ. Now, right of resale. ഇനി ഒരു പെറിഷബിൾ നേച്ചറാണ് ഗുഡ്സ് എങ്കിൽ എനിക്കത് റീസെയിൽ ചെയ്യാം. വേർ ഹീ ഗിവ്സ് എ നോട്ടീസ് ടു ദ ബയർ റിക്വയറിംഗ് ഹിം ടു പേ ദ പ്രൈസ് വിത്തിൻ എ റീസണബിൾ ടൈം, ഫെയിലിംഗ് വിച്ച് ദ ഗുഡ്സ് വിൽ ബി റീസോൾഡ്. ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ, അങ്ങനെയാണെങ്കിൽ മാത്രം നോട്ടീസ് കൊടുത്തിട്ട് റീസെല് ചെയ്യാം. വെൻ ദ സെല്ലർ ഹാസ് എക്സ്പ്രസ്ലി റിസർവ്ഡ് ഇസ് റൈറ്റ് ഓഫ് റീസെയിൽ ഇൻ കേസ് ഓഫ് ബയേഴ്സ് ഡിഫോൾട്ട്. ബയറിൻ്റെ ഡിഫോൾട്ട് ഉള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ റീസെയിൽ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നൗ റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് പ്രോപ്പർട്ടി. ലീൻ തന്നെയാണ് ഈ പറയുന്ന വിത്ത് ഹോൾഡിംഗ് പ്രോപ്പർട്ടി. സെയിം വേറൊരു വേർഡിൽ അവർ പറയുന്നതേ ഉള്ളൂ. റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ദ പ്രോപ്പർട്ടി ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ദ seller where the ownership of the goods has not been transferred to the buyer. Okay, now rights of an unpaid seller against a buyer personally. എന്താണ് ബയറിൻ്റെ അടുത്ത് പേഴ്സണലി എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? സ്യൂട്ട് ഫോർ പ്രൈസ്. ഓക്കെ, പ്രൈസിന് നമുക്ക് ചോദിക്കാം. ഓക്കെ. 2, ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാമേജസ് ചോദിക്കാം. നൗ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ഞാൻ പ്രൈസ് പേ ചെയ്തു, അപ്പോൾ ആ പ്രൈസിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് ചോദിക്കാം. ഇനി 4, ഫോർ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, ആ കോൺട്രാക്റ്റ് നമ്മൾ ചെയ്തു, ദ കോൺട്രാക്ട് വാസ് സബ്സിസ്റ്റിംഗ്, വി ക്യാൻ വെയിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെലിവറി. അല്ലെങ്കിൽ ഹി മേ ട്രീറ്റ് ദ കോൺട്രാക്ട് ആർ rescinded and he can sue for damages. Now, auction sales.
ഓപ്ഷൻ സെയിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മോഡ് ഓഫ് പബ്ലിക് സെയിൽ where the auctioneer invites bids from prospective buyers and the sale is made to the person who makes the highest bid. Auctioneer എന്ന് വെച്ചാൽ he is an agent of a seller അല്ലേ. The rules regarding auction sale is laid down in section 64 of the act. Important principles are given below. എന്തൊക്കെ പ്രിൻസിപ്പിൾ ആണ് for auction sale വേണ്ടിയത്? Okay. Now, auction sales. Auction salesന് വേണ്ടിയ essential requirements എന്തൊക്കെയാണ്? Goods in lots. Okay. When the goods are put up for sale in lots, each lot is prima facie deemed to be the subject matter of separate contract of sale. കുറേ ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ലോട്ടും ഓരോ ഗുഡ്സ് ആയിട്ട് കാണും. Now, completion of sale. എങ്ങനെയാണ് കംപ്ലീഷൻ ഓഫ് സെയിൽ? ഓപ്ഷനർ ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് ഈസ് കംപ്ലീഷൻ ഓഫ് സെയിൽ. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഹാമർ വെച്ച് അടിക്കും. അതാണ് കസ്റ്റമറി മാനറാണത്. ഹാമർ വെച്ച് അടിച്ചു കഴിയുമ്പോൾ അത് ലാസ്റ്റ് ബിഡിൽ എത്തി, ഇറ്റ് ഈസ് ഫൈനലൈസ്ഡ് എന്ന് പറയും. നൗ റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് സെല്ലർ ടു ബിഡ്. If the seller has expressly reserved the right to bid, he can bid at the auction. അത് യൂഷ്വലി നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡൊക്കെ അനുസരിച്ച് CPC അനുസരിച്ച് ദേ ഹാവ് ടു അപ്ലൈ ബിഫോർ ദ കോർട്ട്. എന്നിട്ട് പറയണം എനിക്ക് തന്നെ അത് മേടിക്കണമെന്നുള്ളത്. അങ്ങനെ കോടതിയുടെ അനുവാദമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ മേ ബി ഹി ക്യാൻ ഈവൻ ടേക്ക് പാർട്ട് ഇൻ ദ ഓപ്ഷൻ. അതല്ല ചില കാര്യത്തിൽ ഇഫ് ദ സെല്ലർ ഹാസ് നോ റൈറ്റ് ടു ബിഡ്, പക്ഷേ വേറൊരു വ്യക്തിയെ, ഒരു വൈഫോ മക്കളോ മരുമോളയോ ഒക്കെ എംപ്ലോയ് ചെയ്തിട്ട് ബിഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്രോഡുലൻറ്റ് ബിഡിങ്. ഓക്കെ. നൗ പ്രിറ്റൻഡഡ് ബിഡിങ്. ഇഫ് ദ സെല്ലർ മേക്സ് പ്രിറ്റൻഡഡ് ബിഡിങ് ടു റേസ് ദ പ്രൈസ് വിത്തൗട്ട് എക്സ്പ്രസ്ലി, ചുമ്മാ പ്രൈസ് അങ്ങ് കൂട്ടുക ഓപ്ഷൻ നടത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ കൂട്ടുവാണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ ബയർ. ദെൻ റിസർവ് ഓർ അപ്സെറ്റ് പ്രൈസ്. എപ്പോഴും അതും കോടതിക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏതൊരു പ്രോപ്പർട്ടിക്കും ഒരു റിസർവ് അല്ലെങ്കിൽ അപ്സെറ്റ് പ്രൈസ് അവരിടും. ഇപ്പം ഒരു സാധനത്തിന് 100 രൂപ എന്നാണെങ്കിൽ ആ 100 രൂപയെ താഴെ ഒരിക്കലും ഓപ്ഷന് വിളിക്കാൻ പറ്റത്തില്ല. 100 രൂപ മുകളിലേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. Knockout agreements. It is an agreement between the bidders not to bid against each other. Okay. ചിലവർ തമ്മിൽ ഒത്തുചേർന്ന് നിന്നിട്ട് ഞാൻ 8 വിളിക്കുമ്പോൾ നീ 10 വിളിച്ചോണം, നീ 10 വിളിക്കുമ്പോൾ ഞാൻ 15 വിളിക്കും എന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ അത് കൂട്ടാൻ നോക്കും. നോക്കൗട്ട് എഗ്രിമെൻറ്റ്സ് എന്നാണ് അത് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഇല്ലീഗൽ അൺലെസ് ഒബ്ജക്റ്റ് ഇസ് ടു ഡിഫ്രോഡ് എ തേർഡ് പാർട്ടി. അപ്പോൾ ഇതാണ് പൊതുവേ ഉള്ള പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. ഇനിയും ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രാക്ടീസ് ഇസ് ഇൻറ്റൻഡഡ് ടു പ്രിവെൻറ്റ് ആൻ ഇൻറ്റൻഡിങ് പർച്ചേസ് ഫ്രം ബിഡിങ് അല്ലെങ്കിൽ റേസിംഗ് ദ പ്രൈസ് അറ്റ് എ സെയിൽ. ഇറ്റ് ഈസ് ഡൺ ബൈ പോയിൻറ്റിംഗ് ദ ഡിഫെക്ട്സ് ഇൻ ദ ഗുഡ്സ് ഓർ ടേക്കിംഗ് അവേ ദ ബിഡർ ഫ്രം ദ പ്ലേസ് ഓഫ് ഓപ്ഷൻ. അപ്പം അങ്ങനെ ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം നന്നായിട്ട് നോക്കുക. താങ്ക് യു.